കർത്താവായ യഹോവേ, നിന്റെ നാമം സർവഭൂമിയിലും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. കേവലം വാക്കുകളാൽ ആകാശത്തെ വിരിച്ച, ആകാശത്തിൽ നക്ഷത്രങ്ങളെ വാരി വിതറിയ നമ്മുടെ സ്രഷ്ടാവും പരിപാലകനുമായ ദൈവത്തിൻ്റെ നാമത്തിന് സ്തോത്രമുണ്ടാകട്ടെ. നമ്മുടെ പാപങ്ങൾക്ക് തൻ്റെ ഏകജാതനായ പുത്രനെ തന്ന പിതാവിൻ്റെ സ്നേഹം എത്ര വലുതെന്ന് മനസ്സിലാക്കുവാൻ കർത്താവ് നമുക്ക് പിന്നെയും കൃപ തരട്ടെ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് തന്നെ പ്രായശ്ചിത്തയാഗമായി അർപ്പിച്ച ദൈവകുമാരനായ ക്രിസ്തുവേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിലുള്ള സ്നേഹവും വന്ദനങ്ങളും ഏവർക്കും ആദരവോടെ അറിയിക്കുന്നു. നല്ല സമയം പിന്നെയും ദൈവം നമുക്ക് ദാനമായി നൽകി. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനം പഠിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകുന്നതിനായി ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന ഉത്സാഹത്തിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഒരുമിച്ചുള്ള നമ്മുടെ കൂട്ടായ്മ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ കെട്ടുപണിക്ക് പിന്നെയും കാരണമാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് അനുദിനം യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ട് നമ്മൾ ക്രിസ്തു എന്ന തലയോളം എല്ലാറ്റിലും വളരുവാൻ ഇത് കാരണമാകട്ടെ. ആഗ്രഹത്തോടെ ലോകത്തോടുള്ള അകൽച്ച കൂട്ടി ദൈവത്തോടുള്ള അടുപ്പവും കൂട്ടിക്കൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം നയിപ്പാൻ ദൈവം കൃപ തരട്ടെ. എബ്രായ ലേഖന പഠനവും അതിന് കാരണമാകട്ടെന്നുള്ള പ്രാർത്ഥനയോടെ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നമ്മൾ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണല്ലോ വായിച്ച് പഠിച്ചു വരുന്നത്. ചില ദിവസങ്ങളായി നമ്മൾ ആ വാക്യം വായിച്ചിട്ട്, അതുകൊണ്ട് ഇന്ന് ആ വാക്യങ്ങളൊന്ന് വായിച്ചുകൊണ്ട് നമുക്ക് തുടരാം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? സ്തോത്രം. സ്തോത്രം. നാം പ്രാപിച്ചിരിക്കുന്ന, ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന രക്ഷയുടെ വലിപ്പം അത് വർണ്ണനാതീതമാണെന്നും നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നതിന് അതീതമാണെന്നും ഒക്കെ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. അതാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്നും തെറ്റിയൊഴിയാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണമെന്നും ഒഴുകിപ്പോകരുതെന്നും ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോകരുതെന്നും ഉള്ള താക്കീതാണ് അപ്പോസ്തലൻ നമുക്കിവിടെ നൽകുന്നത്. കഴിഞ്ഞ ഒരു ദിവസം നീന്തൽ പരിശീലകനായ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു.
a trainer, a swimming trainer. He himself is a swimmer and also a trainer. അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു, യാദൃശ്ചികമായിട്ട് കേട്ടതാ. നീന്തൽ പഠിക്കാൻ പോകുന്നവരോട് ഒരു ഉപദേശം എന്ന രീതിയിലോ താക്കീത് എന്ന രീതിയിലോ ഒക്കെ പറയുന്ന കാര്യമാണ്, നീന്തുമ്പോൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നീന്തണം. ഇനി എപ്പോഴെങ്കിലും ഒഴുക്കിൽപ്പെട്ടാൽ പിന്നെ ലക്ഷ്യമുണ്ടാകരുത്. ഒഴുക്കിൽപ്പെട്ടാൽ ഒരു ലക്ഷ്യം വെച്ച് നീന്തരുത്. കാരണം ഒഴുക്കിൽപ്പെട്ടാൽ നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ നീന്തൽ കല കൊണ്ടോ നിങ്ങളുടെ ആരോഗ്യം കൊണ്ടോ നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റത്തില്ല. അതിന് ശ്രമിക്കും തോറും നിങ്ങൾ കുഴഞ്ഞ് കുഴഞ്ഞ് നീന്താനൊക്കാത്ത ഒരു നിലയിലേക്കെത്തും. പിന്നെന്താ ചെയ്യേണ്ടത്? നീന്തൽക്കാരെ പഠിപ്പിക്കുന്ന കാര്യം, അങ്ങനെ നിങ്ങൾ ഒഴുക്കിൽപ്പെട്ടാൽ ഒന്ന്, നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊന്ന്, പ്രധാനമായും ചെയ്യേണ്ടത് മുങ്ങാതിരിക്കാൻ ഉള്ള ശ്രമം നടത്തിക്കണം. ഒഴുക്കിൽപ്പെട്ടു, പക്ഷേ രക്ഷപ്പെടുന്നതിനേക്കാൾ, അതായത് ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിനേക്കാൾ മുങ്ങാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് വേണ്ടത്. ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ രക്ഷിക്കാൻ വന്നേക്കും. അതുവരെ നിങ്ങൾ മുങ്ങാതെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക, കുഴയാതിരിക്കാൻ ശ്രമിക്കുക. ഇത് ആത്മീയ തത്വത്തിലും ശരിയാണെന്നാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. പലരും പലതിൻ്റെയും ഒഴുക്കിൽപ്പെടാറുണ്ട്. ദുരുപദേശത്തിൻ്റെ, തെറ്റായ ജീവിതശൈലിയുടെ, പാപത്തിൻ്റെ, അശുദ്ധിയുടെ, ലോകമയത്വത്തിൻ്റെ ഒക്കെ ഒഴുക്കിൽപ്പെട്ട് ക്രിസ്തു എന്ന പാറയിൽ നിന്ന്, ക്രിസ്തു എന്ന രക്ഷകനിൽ നിന്ന് ഒഴുകിപ്പോകാറുണ്ട്. ആ ഒഴുക്കിൽ കാലിളകിയാൽ, കാൽ ഉറപ്പിച്ച് വയ്ക്കാൻ ഒക്കാത്ത നിലയിൽ ഒഴുക്കിൽപ്പെട്ടാൽ പിന്നെ നാം ശ്രമിക്കേണ്ടത് മുങ്ങാതിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ അതാണ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നത്. രക്ഷകനായ ക്രിസ്തുവിൽ നിന്ന്, രക്ഷയുടെ പാറയായ ക്രിസ്തുവിൽ നിന്ന് വല്ല വിധേനയും കാലിളകി ഈ ലോകത്തിൻ്റെ, ദുരുപദേശത്തിൻ്റെ, പാപത്തിൻ്റെ ഒക്കെ ഒഴുക്കിൽപ്പെട്ടുപോയാൽ അത് ഭയങ്കര അപകടം വിളിച്ചു വരുത്തുന്ന ഒന്നാണെന്ന് താക്കീത് തരുന്നു. അങ്ങനെ ആ രക്ഷയുടെ പാറയിൽ നിന്ന് വീണു പോകാതിരിക്കുവാൻ നാം എന്തു ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. സ്തോത്രം. ഏതു സമയത്തും ഈ ഓളവും തിരമാലയും ഒക്കെ അടിച്ചു കയറാം. നമ്മൾ നേരത്തെ തന്നെ പഠിച്ചല്ലോ, മത്തായി 7-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ യേശു കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിന് ഉപസംഹാരമായി പറഞ്ഞ കാര്യം, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെ. അപ്പോൾ നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിൻ്റെ വചനം ആയിരിക്കണം. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. നിങ്ങൾ ഒഴുക്കിൽപ്പെട്ട് നഷ്ടപ്പെട്ടു പോകരുത്. അതിന് രക്ഷയെ ഗണ്യമാക്കാതെ പോകരുത്. സ്തോത്രം. രക്ഷയെ വളരെ ഗൗരവമായിട്ട് തന്നെ പരിഗണിച്ചു കൊള്ളണം. ആ രക്ഷയുടെ പ്രത്യേകത എടുത്തു പറഞ്ഞിരിക്കുന്നു.
ഇത്ര വലിയ രക്ഷ. നമ്മൾ ഇന്നലെ വരെ ഏതാണ്ട് 17 കാര്യങ്ങൾ ഇത്ര വലിയ രക്ഷ അതെന്തുകൊണ്ട് അങ്ങനെയായിരിക്കുന്നു എന്നതിനോടനുബന്ധിച്ച് പഠിച്ചു. ഇടയ്ക്കിടയ്ക്കെങ്കിലുമൊക്കെ അതൊന്ന് അയവിറക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള ഓർമ്മകൾ, സ്തോത്രം, തീർച്ചയായും നമുക്ക് ഏറെ ആനന്ദം തരുന്നതാണ്, നമ്മെ ദൈവത്തിൻ്റെ കൃപയിൽ നിലനിർത്തുവാൻ സഹായിക്കുന്നതുമാണ്. ഇന്നലെ വരെ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ രക്ഷ ഇത്ര വലിയതായിരിക്കുന്നു. എന്തുകൊണ്ട്? സ്തോത്രം. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നത്തിൽ നിന്നുള്ള വിടുതൽ അഥവാ വിമോചനമാണ് ഈ രക്ഷ. It is so great a salvation because this salvation is the very deliverance from the utmost problem of man, universal human problem. നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്, മനുഷ്യന്റെ സാർവത്രികമായ ഏറ്റവും വലിയ പ്രശ്നത്തിൽ നിന്നുള്ള വിമോചനമാണ് ഈ രക്ഷ. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം നമുക്കറിയാം, രോഗമല്ല, തൊഴിലില്ലായ്മയല്ല, അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മയല്ല, പൊളിറ്റിക്കൽ ഇഷ്യൂസ്, രാഷ്ട്രീയ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ അല്ല, അങ്ങനെയുള്ള യാതൊന്നുമല്ല. The universal utmost problem of man is sin. സ്തോത്രം. പാപമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സാർവത്രികമായ പ്രശ്നം. സ്തോത്രം. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം. പണ്ഡിതനും പാമരനും കുബേരനും കുചേലനും മുതലാളിയും തൊഴിലാളിയും കറുത്തവനും വെളുത്തവനും വിദ്യാസമ്പന്നനും വിദ്യാവിഹീനനും, അങ്ങനെ വേണ്ട, സമൂഹത്തിൻ്റെ ഏത് നിലയിൽ ജീവിക്കുന്നവരായാലും സകല മനുഷ്യരുടെയും ഏറ്റവും വലിയ പ്രശ്നം പാപം എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പത്രവാർത്തയിൽ വായിച്ചു, ആമസോൺ കാടുകളിൽ, ഉൾക്കാടുകളിൽ വസിക്കുന്ന, ഇതുവരെ അടുത്തറിയാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു ഗോത്രത്തെക്കുറിച്ച്. ചെറിയ സൂചനകളൊക്കെ പണ്ടുണ്ടായിരുന്നു, പക്ഷേ ഈ അടുത്തിടയ്ക്ക് വളരെ അടുത്ത് നിന്ന് അവരുടെ വീഡിയോയും അവരുടെ ചിത്രവുമൊക്കെ ലഭിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത. സാങ്കേതിക വിദ്യകൾ കൊണ്ടാണ് അടുത്തെത്തി അവരുടെ ഫോട്ടോസ് എടുത്തത്, അല്ലാതെ ഇവർ നേരിട്ട് അടുത്ത് പോയതല്ല. ഇപ്പോൾ ഒരു പുതിയ വർഗത്തെക്കുറിച്ചും കൂടെയുള്ള അറിവ്, അങ്ങനെയുള്ള ഇനിയും അറിയപ്പെടാത്ത വല്ല ഗോത്രവർഗങ്ങളോ വനവാസികളോ ഉണ്ടെങ്കിൽ അവരുൾപ്പെടെ സകല മനുഷ്യരുടെയും ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ പാപം. ഇതിൽ നിന്ന് ഒഴിവുള്ള ആരുമില്ല. അതുകൊണ്ടാണ് നമ്മൾ റോമാലേഖനം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 9 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ ഈ പഠനത്തിൽ തന്നെ വായിച്ചത്, നീതിമാൻ ആരുമില്ല. 10-ാം വാക്യത്തിൽ വായിക്കുന്നു, ഒരുത്തൻ പോലുമില്ല.
എല്ലാവരും പാപം ചെയ്തു. 23-ാം വാക്യത്തിൽ ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. 11 തൊട്ടുള്ള വാക്യങ്ങളിൽ പിന്നെയും നമ്മൾ വായിക്കുന്നു, എല്ലാവരും തെറ്റിപ്പോയി, ആടുകളെ പോലെ വഴിവിട്ട് മാറി എവിടെയൊക്കെയോ കാടുകളിലും മേടുകളിലും കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥകളാണ്. സ്തോത്രം. 9-ാം വാക്യം അതെല്ലാം കൂടെ ക്രോഡീകരിച്ചിരിക്കുക. റോമൻസ് 3:9. ഒന്നും കൂടെ ആ വാക്യം വായിച്ചാട്ടെ. റോമർ 3:9. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൻ കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. സ്തോത്രം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ റോമർ 1-ാം അധ്യായത്തിൽ യവനന്മാർ, ഗ്രീക്സ്, ഹീതൻസ്, പാഗൻസ്, നോൺ ജൂയിഷ് ഹ്യൂമാനിറ്റി പാപത്തിലാണെന്ന് പൗലോസ് തെളിയിച്ചു. 2-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു യഹൂദ സമൂഹം മുഴുവനും പാപത്തിലാണ്. അതിനെ ക്രോഡീകരിക്കുകയാണ് 9-ാമത്തെ വാക്യത്തിൽ. നമുക്ക് യഹൂദന് വല്ല വിശേഷതയുണ്ടോ? അശേഷമില്ല. അപ്പം രക്ഷ എന്താണ്? മനുഷ്യന്റെ ഏറ്റവും വലിയതും സാർവത്രികവുമായ പ്രശ്നത്തിൽ നിന്നുള്ള വിമോചനമാണ്. Salvation is so a great salvation because it is the very deliverance from the very utmost and universal problem of humankind, that is sin. പാപം എന്ന ആഗോള പ്രശ്നത്തിൽ നിന്നുമുള്ള വിമോചനം. അടുത്തത് salvation. It is the utmost need of man. മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യമാണ് രക്ഷ എന്നുള്ളത്. ഈ രക്ഷ ഇത്ര വലിയതായിരിക്കുന്നതിനുള്ള അടുത്തൊരു കാരണം നമ്മൾ ഉപസംഹാരത്തിലൂടെ യാത്ര ചെയ്യുക കേട്ടോ. ഇത് 18 19 എണ്ണം കൊടുക്കുന്നെങ്കിൽ കുഴപ്പമില്ല. അല്ല, ഒരു ഉപസംഹാര ഖണ്ഡികയായിട്ടാണെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ സ്വീകരിക്കാം. രക്ഷയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം. കാരണം നമ്മൾ കണ്ടു, പാപമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെയെങ്കിൽ ആ പാപത്തിൽ നിന്നുള്ള വിമോചനമായ രക്ഷയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം. Because sin is the utmost problem of man, salvation, forgiveness of sins, redemption is the very necessity of man, very need of man, the urgent need of man. മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം അവന്റെ ഏറ്റവും വലിയ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ്. ഏറ്റവും വലിയ പ്രശ്നം പാപം ആണെങ്കിൽ അവന്റെ ഏറ്റവും വലിയ ആവശ്യം രക്ഷയാണ്. സ്തോത്രം. ഇതുകൊണ്ടാണ് നമ്മൾ സുവിശേഷം പറയുമ്പോൾ ഈ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കണം എന്ന് പറയുന്നത്. ഞാൻ വല്ല രോഗികളെയോ പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവരെയോ ഒക്കെ കാണുമ്പോഴോ, അവരൊക്കെ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോഴോ അവരുടെ പ്രശ്നങ്ങളൊക്കെ വളരെ സൗമ്യതയോടെ കേൾക്കാറുണ്ട്. ചിലപ്പോൾ അവരുടെ പ്രശ്നങ്ങളുടെ ആവർത്തനം തന്നെ അവർ നടത്തിക്കൊണ്ടിരിക്കും. എന്നാലും അവർക്കൊരു ആശ്വാസത്തിനായി അവരുടെ പ്രശ്നം കേൾക്കാറുണ്ട്.
എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാമെന്നും ദൈവം വിടുതൽ തരുമെന്നും ഒക്കെ അവരെ ആശ്വസിപ്പിക്കും. പക്ഷേ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അവരോടൊരു കാര്യം എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, ഏത് പ്രശ്നവുമായി ഏത് രോഗവുമായി വരുന്നയാളിനോടും, ഈ പ്രശ്നത്തെക്കാൾ വലിയൊരു പ്രശ്നം നിങ്ങൾക്കുണ്ട്. ആ പ്രശ്നമാണ് പാപരോഗം. ക്യാൻസറിനേക്കാൾ അല്ല, മറ്റെന്തെങ്കിലും മാരക രോഗങ്ങളെക്കാൾ ഏറ്റവും വലിയ പ്രശ്നമാണ് ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന പാപരോഗം. സ്തോത്രം. അതിൽ നിന്നാണ് നിങ്ങൾക്ക് ആത്യന്തികമായും വിമോചനം വേണ്ടത്. ഇനിയല്ല, പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരാളാ, ഒരു പ്രശ്നമില്ല, അങ്ങനെയുള്ള ചിലരും വരാറുണ്ട്. അങ്ങനെയുള്ള ചിലര് രണ്ട് രീതിയിൽ വരാറുണ്ട് ഞങ്ങളുടെയൊക്കെ അടുത്ത്. ഒന്ന്, സാധാരണ നിലയിൽ ഒരു മര്യാദ പാപി, അങ്ങനെ വരുന്നവരുണ്ട്. പ്രാർത്ഥിക്കണം, യേശുവിനെ വേണം, ദൈവത്തെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നവരാ. പക്ഷെങ്കിൽ അവർക്ക് മറ്റ് ഈ പറയപ്പെടുന്ന ലിസ്റ്റിൽപ്പെട്ട പാപങ്ങളിലൊന്നും അകപ്പെട്ടവരല്ല. വളരെ മാന്യന്മാരായി സൗമ്യന്മാരായി ഒക്കെ ജീവിക്കുന്നവരാ. സ്വാഭാവികമായിട്ടും അവർ പ്രാർത്ഥനയ്ക്കും ആത്മീയ ജീവിതത്തിനുമൊക്കെ വേണ്ടി വരുന്നവരാണ്. മറ്റൊരു കൂട്ടരുണ്ട്, വന്നിട്ട് പറയും, അവരെ പോലെ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, രോഗങ്ങളില്ല, സാമ്പത്തിക പ്രതിസന്ധികളില്ല, മറ്റ് അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും എനിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് സ്വാഭിമാനത്തോടെ, സ്വയം അഭിമാനത്തോടെ, സുവിശേഷത്തെ ഒരല്പം പുച്ഛിച്ചുകൊണ്ട്, പ്രശ്നമൊന്നുമില്ലാത്ത എനിക്ക് നിങ്ങളുടെ യേശുവിൻ്റെയോ സുവിശേഷത്തിൻ്റെയോ പ്രാർത്ഥനയുടെയോ ഒന്നും ആവശ്യമില്ല എന്ന് ഇങ്ങനെ പുറമെ പ്രകടിപ്പിച്ച് ഭയങ്കര അഹങ്കാരത്തോടെ വരുന്നവരുണ്ട്. പ്രത്യേകിച്ച് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, മറ്റ് പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കില്ലെന്ന് കരുതി യേശുവിൻ്റെ ആവശ്യമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം നിങ്ങൾ അറിയുന്നില്ലെങ്കിലും നിങ്ങളൊരു മാരക പാപരോഗിയാണ്. നമ്മളത് പറയണം. ഈ മര്യാദപ്പാപികളുടെ അടുക്കലാണെങ്കിലും, അല്ല അഷ്ടിക്ക് വകയില്ലാത്തവൻ, കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തവൻ, മാരക രോഗങ്ങൾക്കടിമപ്പെട്ടിരിക്കുന്നവർ, മാരകമായ പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവർ ഒക്കെയാണെങ്കിലും, സ്തോത്രം, ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധിക്കപ്പെട്ടവരാണെങ്കിൽ പോലും, അത് നടപ്പാക്കാനുള്ള ദിവസം വളരെ എണ്ണപ്പെട്ടതായിട്ട് അവർ കഴിയുന്നെങ്കിൽ പോലും, അവരോടും നമ്മൾ പറയേണ്ടത് ഇതാണ്, നിങ്ങൾ ഇതിനേക്കാളൊക്കെ വലിയ ഒരു കുരുക്കിലകപ്പെട്ടിരിക്കുക, അത് പാപരോഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, പാപരോഗത്താൽ നീ വലഞ്ഞു. സ്വന്തം മനസ്സിനോട് ഉള്ളത്തോട് പറയുന്നത്, എന്നുള്ളമേ സ്തുതിക്ക നീ എന്ന് സ്വയം പറയുന്നതിൽ നമ്മൾ പാടാറുണ്ട്, പാപരോഗത്താൽ എന്നുള്ളമേ നീ വലഞ്ഞു, തെല്ലുമാശയില്ലാതെ നീ അലഞ്ഞു. എന്നാൽ യേശുക്രിസ്തു തൻ്റെ തിരുശരീരത്തിന്മേൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു. സ്തോത്രം. ഇതാണ് സുവിശേഷത്തിൻ്റെ സന്ദേശം. ഇപ്പൊ രക്ഷ ഇത്ര വലിയതായിരിക്കുന്നു കാരണം മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യമാണിത്. എന്തെന്നാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം പാപമാണ്. അതിൽ നിന്നും ഉള്ള ഏക വിമോചന മാർഗം ഈ രക്ഷാമാർഗമാണ്. സ്തോത്രം. രക്ഷാമാർഗമാണ്. മറ്റൊന്ന് നാം മനസ്സിലാക്കുന്നത്,
ഈ രക്ഷ, സ്തോത്രം, ഇത് ദാനമാണ്, സൗജന്യദാനമാണ്. നമുക്ക് ഇത് വാങ്ങുവാൻ, നേടുവാൻ, സ്വയമായി പ്രാപിപ്പാൻ കഴിയാത്തതുപോലെ അപ്രാപ്യമായ ഒന്നാണ്. സ്തോത്രം. And another reason for the greatness of this salvation is that it is a totally free gift, because the price is so high that we cannot buy it, we cannot earn it. That means when humanity is utterly helpless to gain salvation, God gave it as a total free gift. മനുഷ്യനകപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രഹേളികയായ പാപത്തിൽ നിന്ന് രക്ഷ നേടുവാൻ ഒരു മനുഷ്യനും കഴിയാതെ അവൻ നിസ്സഹായനായി തീർന്നപ്പോൾ, നിസ്സഹായനായ മനുഷ്യനെ സൗജന്യമായി ദൈവം സഹായിച്ചതാണ് സൗജന്യദാനമായി രക്ഷയെ നൽകിക്കൊണ്ട്. അപ്പോൾ നമുക്ക് നേടുവാൻ, നമുക്ക് പ്രാപിപ്പാൻ കഴിയാത്ത, നാം അതിന് അനർഹരും അസഹായരുമായി നിൽക്കുമ്പോൾ ദൈവം ദാനമായി നൽകിയതാണിത് എന്നതിനാൽ, അതായത് നമ്മുടെ നിസ്സഹായതയുടെ അടിത്തട്ടിൽ നാം എത്തി നിന്നപ്പോൾ ദൈവം സൗജന്യമായി ദാനമായി തന്നതാണ് ഈ രക്ഷ എന്നതിനാൽ ഇത് ഇത്ര വലിയ രക്ഷയായിരിക്കുന്നു. സ്തോത്രം. നമ്മുടെ നിസ്സഹായത അവിടെ തെളിയണം. അവർ utter helplessness, our total depravity. We were utterly helpless to come out of this problem, sin. And because we were utterly helpless in earning salvation, God bestowed us freely as a free gift. Free gift. അപ്പോൾ നാം ഇതിൽ പൂർണ്ണമായും നിസ്സഹായരാണെന്ന് തിരിച്ചറിഞ്ഞ ദൈവം, സ്തോത്രം, നമ്മുടെ നിസ്സഹായതയിൽ നമ്മെ കൈവിട്ടില്ല. പകരം നമുക്ക് രക്ഷ സൗജന്യ ദാനമായിട്ട് നൽകി. സ്തോത്രം. നമ്മുടെ നിസ്സഹായതയുടെ അങ്ങ് നെല്ലിപ്പലകയിലാണ് നമുക്കിത് ലഭിച്ചത് എന്നതിനാൽ, സൗജന്യമായി നമുക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ലായിരുന്നു എന്നതിനാൽ ഈ രക്ഷാദാനം ഏറെ വിലയേറിയതാണ്. ഇത്ര വലിയ രക്ഷ, ഇത്ര വലിയ രക്ഷ. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ അതിശ്രേഷ്ഠകരമായ ഒന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ. ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന രക്ഷ. ക്രിസ്തു തൻ്റെ ക്രൂശ് മരണത്താൽ നമുക്ക് വേണ്ടി നേടിയ രക്ഷ. സ്തോത്രം. The salvation we received, the salvation God promised and promises, the salvation Christ wrought forth on the cross by paying a ransom, his own life as a ransom for us. Praise God. It is great a salvation. ഇത് വലിയ രക്ഷയാണ്, വലിയ രക്ഷയാണ്. സ്തോത്രം.
നാം ഇതിനെ ഗണ്യമാക്കാതെ പോകരുത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ദൈവാത്മാവ് പ്രകാശിപ്പിക്കുന്ന കാര്യങ്ങൾ വേറെ ഉള്ളതുമൊക്കെ കൂട്ടിച്ചേർക്കാം. എന്നോടും കൂടെ പറയുന്നെങ്കിൽ ഇനി എവിടെയെങ്കിലും പറയുമ്പോൾ ഞാൻ അതും കൂടെ നിങ്ങളെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് പറഞ്ഞോളാം. സ്തോത്രം. ഇത്ര വലിയ രക്ഷ. പ്രൈസ് ഗാഡ്. So great a salvation. So great that the apostle was unable to measure that, draw the height. The apostle was unable, beyond his comprehension. സ്തോത്രം. ഇത്ര വലിയ രക്ഷ, എന്ത് വലിയ ദാനം. സ്തോത്രം. One more thing comes into my mind. This salvation is so great a salvation because this is the utmost gift God gave to humanity. ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ ദാനം ആണ് ഈ രക്ഷ. സ്തോത്രം. ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ ദാനമാണ് ഈ രക്ഷ. God's utmost gift to the humanity is salvation. Praise God. നമ്മൾ അതിൻ്റെ മറുഭാഗം നേരത്തെ കണ്ടിരുന്നു. God withheld nothing from humanity. ദൈവം മനുഷ്യനിൽ നിന്നും പിടിച്ചുവെച്ച, മറച്ചുവെച്ച, തരാതിരുന്ന യാതൊന്നുമില്ല. സ്തോത്രം. എല്ലാം ദൈവം നമുക്ക് തന്നുവെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതിനോട് ചേർത്ത് വെച്ച് നമ്മൾ പഠിക്കുകയാണിവിടെ. സ്തോത്രം. കർത്താവ് മനുഷ്യജാതിക്ക് നൽകിയ ഏറ്റവും വലിയ ദാനം എന്നത് നമുക്കറിയാം, തൻ്റെ ഏകജാതനായ പുത്രനാണ്. തൻ്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവേശുവിനെ നമുക്ക് ദാനമായി നൽകിയത് എന്തിനെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി, നമ്മുടെ പാപമോചനത്തിനു വേണ്ടി, നമ്മുടെ വീണ്ടെടുപ്പിനു വേണ്ടി. സ്തോത്രം. It was for our salvation, our redemption, our forgiveness of sins, that God gave His only begotten Son up for you and me as the greatest ever gift. ദൈവം മാനവജാതിക്ക് നൽകിയ ഏറ്റവും വലിയ ദാനം തൻ്റെ ഏകജാതനായ പുത്രനെ തന്നു എന്നത് തന്നെയാണ്. അതിന് ലക്ഷ്യം രക്ഷ, പാപമോചനം, വീണ്ടെടുപ്പ്. അതുകൊണ്ടാണ് പറഞ്ഞത്, രക്ഷയാണ് ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ദാനം. ഇതിനേക്കാൾ വലിയൊരു ദാനം മനുഷ്യന് തരാൻ ദൈവത്തിൻ്റെ പക്കലില്ല. There is no other greater gift with God to give the humanity. മനുഷ്യജാതിക്ക് തരേണ്ടതിന് ദൈവത്തിൻ്റെ പക്കൽ ഇനിയും ഇതിനേക്കാൾ വലിയ ഒരു ദാനം ഇല്ല. പ്രൈസ് ഗാഡ്. ഇതിനേക്കാൾ വലിയൊരു ദാനമില്ല. ദൈവം പറയും, I gave everything I had. Nothing I withhold. ഞാനൊന്നും പിടിച്ചു വയ്ക്കുന്നില്ല, നിങ്ങളിൽ നിന്നും നിങ്ങൾക്ക് തരാതെ ഞാൻ മാറ്റിവെക്കുന്നില്ല. ഉള്ളത് മുഴുവനും പൂർണ്ണമായും നമുക്കായിട്ട് ഏൽപ്പിച്ചു തന്നു. സ്തോത്രം.
അപ്പോൾ ഈ രക്ഷയേക്കാൾ വലിയ ഒരു ദാനം നമുക്ക് ഇല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? ഏതാണ്ട് എണ്ണമെടുത്താൽ എനിക്ക് തോന്നാണ്ട് 20ഓളം കാര്യങ്ങളായിട്ടുണ്ടല്ലേ? സ്തോത്രം. 21. ഓക്കെ. സ്തോത്രം. ഇനി രക്ഷ എന്നതിനെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു. ഇതുവരെ ഉള്ളതിൽ മറ്റ് ചോദ്യങ്ങളോ സംശയങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. നമുക്ക് അറിയാമല്ലോ, നിങ്ങൾ മിക്കവർക്കും അറിയാമായിരിക്കും, ഈ രക്ഷയെ സംബന്ധിച്ച പഠനത്തിന് ബൈബിൾ സ്കൂൾ ഭാഷ അല്ലെങ്കിൽ തിയോളജിക്കൽ ലാംഗ്വേജിൽ പറയുന്നത് സോറ്റീരിയോളജി എന്നാണ്. രക്ഷാശാസ്ത്രം എന്ന് അതിനെ വിളിക്കും. രക്ഷാശാസ്ത്രം. രക്ഷ എന്നതിന് പ്രത്യേകിച്ച് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത് സോറ്റീരിയ എന്നൊരു പദമാണ്. സോറ്റീരിയ നൗണാണ്. സോറ്റീരിയ. അതിൽ നിന്നാണ് ഈ സോറ്റീരിയോളജി എന്ന പദം ഉണ്ടായിട്ടുള്ളത്. സോറ്റീരിയ, സോറ്റീരിയോളജി. സോഡ്സോ എന്ന ഒരു SODZO, സോഡ്സോ എന്ന ഒരു ക്രിയാധാതുവിൽ നിന്നാണ് ഈ സോറ്റീരിയ എന്ന സംജ്ഞ അഥവാ നൗൺ ഉണ്ടായിട്ടുള്ളത്. സോഡ്സോ എന്ന ക്രിയയ്ക്ക് രക്ഷിക്കുക എന്നാണ് അർത്ഥം. ടു സേവ്. ടു സേവ്. സോഡ്സോ മീൻസ് ടു സേവ്, രക്ഷിക്കുക എന്ന അർത്ഥം. അതിൽ നിന്നാണ് ഈ സോറ്റിയോറോളജി എന്നിരിക്കുന്നത്. സോറ്റീർ എന്ന് പറഞ്ഞാൽ രക്ഷകൻ, സേവ്യർ. സോറ്റീർ. ആൻഡ് സോറ്റീരിയ രക്ഷ. SOTERIA, സോറ്റീരിയ രക്ഷ. അപ്പം ഈ സോറ്റീരിയ എന്ന പദവും ലോഗോസ് എന്ന പദവും കൂടെ ചേർന്നിട്ടാണ് ഈ സോറ്റീരിയോളജി എന്ന് വന്നത്. സോറ്റീരിയ രക്ഷ, ലോഗോസ് എന്നതിന് വചനം എന്നുണ്ട്. അതുകൂടാതെ അതിന് ശാസ്ത്രം എന്നൊരു പേരും കൂടെ ഉണ്ട്, പഠനശാഖ എന്ന നിലയിൽ. അങ്ങനെയാണ് സോറ്റീരിയ പ്ലസ് ലോഗോസ്, സോറ്റീരിയോളജി എന്നൊരു പദമുണ്ടായിരിക്കുന്നത്. രക്ഷാശാസ്ത്രമെന്ന് അതിന് പേർ പറയുന്നത്. രക്ഷയെക്കുറിച്ച് പഠിക്കുന്ന വിഭാഗം എന്നർത്ഥം. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഈ രക്ഷ എന്ന പദം ഏറ്റവും അധികമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇപ്പോഴും നമ്മൾ പറഞ്ഞതുപോലെ പാപം എന്ന പ്രശ്നവുമായിട്ട്. പാപത്തിൽ നിന്നുള്ള വിടുതൽ. അതിൻ്റെ 3-4 തലങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. സ്തോത്രം. പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും, പാപത്തിൽ നിന്നും, അതിൻ്റെ പ്രഭാവത്തിൽ നിന്ന്, സ്വാധീനത്തിൽ നിന്ന്, സാന്നിധ്യത്തിൽ നിന്ന് ഒക്കെയുള്ള വിമോചനം എന്ന അർത്ഥത്തിൽ നമ്മളിതിനെ വിശാലമായി പഠിച്ചു കഴിഞ്ഞതാണ്. കൂടാതെ ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ബൈബിൾ പദങ്ങളുടെ അവലോകനമുള്ള ഡിക്ഷണറി ഉണ്ട്.
വൈൻസ് കംപ്ലീറ്റ് എക്സ്പോസിറ്ററി ഡിക്ഷണറി എന്ന ഒരു കൊച്ച് ഡിക്ഷണറിയാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത്. കൂടുതലും മൂലപദങ്ങളൊക്കെ ഞാൻ ആ ഡിക്ഷണറിയിൽ നിന്നാണ് പഠിക്കാറുള്ളത്. വേറെയും ഡിക്ഷണറീസ് ഉണ്ട്. ഞാൻ കമൻട്രീസിനേക്കാൾ കൂടുതൽ, വ്യാഖ്യാന ഗ്രന്ഥങ്ങളെക്കാൾ കൂടുതൽ നിഘണ്ടു ഡിക്ഷണറീസിനാണ് പ്രാധാന്യം കൊടുക്കാറ്. ആ പദങ്ങളുടെ ശരിയായ അർത്ഥം നമുക്ക് ലഭിക്കും. പദങ്ങളുടെ അർത്ഥം കിട്ടിയാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതിനകത്ത് ഈ സാൽവേഷൻ അഥവാ സോറ്റീരിയ എന്ന പദത്തിന് ഏതാണ്ട് 8ഓളം അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം നമുക്കിവിടെ ആവശ്യമുള്ളതല്ല. അതുകൊണ്ട് എല്ലാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മളുമായിട്ട് പ്രസക്തമായ, റെലവൻ്റ് ആയിട്ടുള്ള ചിലത് മാത്രം ഞാൻ പറയാം. പ്രത്യേകിച്ച് ഏറ്റവും ഒന്നാമത് ഈ സോറ്റീരിയ എന്ന പദത്തിന് അല്ലെങ്കിൽ രക്ഷ എന്ന സംജ്ഞയ്ക്ക് കൊടുക്കുന്ന പേര് എ ഡെലിവറൻസ് or a preservation from. Okay, a deliverance or a preservation from material and temporal things. It is a salvation or a deliverance from or in relation with material and temporal things. അതിന് ഒത്തിരി തെളിവുകളുണ്ട്. വെദർ ഇറ്റ് ഈസ് പേഴ്സണൽ ഓർ നാഷണൽ ഓർ ഇൻ റിലേഷൻ വിത്ത് എ ഫാമിലി. ഇപ്പൊ ഈ രക്ഷ, വിടുതൽ, ഈ സോറ്റീരിയയുടെ അർത്ഥം വിടുതൽ, സംരക്ഷണം എന്നൊക്കെയാണ്. അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം ഭൗമിക തലത്തിലുള്ള താൽക്കാലിക ജീവിതവുമായി ബന്ധപ്പെട്ട വിടുതലും സംരക്ഷണവുമൊക്കെയാണ്. വ്യക്തിപരമായിട്ടാകാം, കുടുംബമായിട്ടോ ഒരു രാഷ്ട്രമെന്ന നിലയിലോ ഒക്കെ ലഭിക്കുന്ന സംരക്ഷണത്തിന് ഈ സോറ്റീരിയ എന്ന പദം ഉപയോഗിക്കാം. നമുക്കിവിടെ അത്ര പ്രസക്തമല്ല, എങ്കിലും പ്രായോഗികമായി നമ്മൾ പറയാറുള്ളതാണ്, ഓ രക്ഷപ്പെട്ടു, രക്ഷിച്ചു, ഒരപകടം സംഭവിച്ചു, പക്ഷേ രക്ഷപ്പെട്ടു എന്ന് ഭൗതികമായ രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ശാരീരികമായി ലഭിക്കുന്ന വിടുതലുകൾക്ക്, താൽക്കാലികമായി ലഭിക്കുന്ന വിടുതലുകൾക്ക് ഒക്കെ. ചിലപ്പോൾ നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു സിഗ്നൽ ഓറഞ്ച് ലൈറ്റ് ആയി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ യെല്ലോ ലൈറ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു. പോലീസ് പിടിക്കുമോ, ക്യാമറ അടിക്കുമോ എന്നൊക്കെ ഭയപ്പെട്ടു. പക്ഷേ പെനാൽറ്റി ഒന്നും വന്നില്ലെങ്കിൽ നമ്മൾ പറയും രക്ഷപ്പെട്ടു, ദൈവം വിടുവിച്ചു. അപ്പോൾ ഭൗമിക തലത്തിലും താൽക്കാലിക മേഖലകളിലുമൊക്കെ ഉണ്ടാകുന്ന വിടുതലുകൾ സാധാരണ നമ്മൾ പറയുന്ന ഒരു പ്രയോഗം പോലെ രക്ഷ എന്ന് വിവക്ഷിക്കാം. എന്നാൽ നമ്മളിവിടെ പറയുന്ന രക്ഷ ഈ ഭൗമതലത്തിലെ രക്ഷയല്ല. രണ്ടാമത്, ഈ സോറ്റീരിയ എന്ന പദത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇറ്റ് ഈസ് സ്പോക്കൺ ഓഫ് ദ സ്പിരിച്വൽ ആൻഡ് ഇറ്റേണൽ ഡെലിവറൻസ് ഗ്രാൻറ്റഡ് ഇമ്മീഡിയറ്റ്ലി ബൈ ഗാഡ് to those who accept his conditions of repentance and faith in the Lord Jesus, in whom alone it is to be obtained. ഡിക്ഷണറിയിൽ എഴുതിയിരിക്കുന്നതിന് അങ്ങനെ തന്നെ വായിക്കുകയാണ് ചെയ്തത്. സോറ്റീരിയ ഈസ് സ്പോക്കൺ ഓഫ് സ്പിരിച്വൽ ആൻഡ് eternal deliverance
granted immediately by God to those who accept his conditions of repentance and faith in the Lord Jesus, in whom alone it is possible to obtain, or it is to be obtained. സോറ്റീരിയ അഥവാ രക്ഷ എന്നതിൻ്റെ രണ്ടാമത്തെ അർത്ഥം നാമുമായി ഉള്ള ബന്ധത്തിലെ വളരെ പ്രധാനപ്പെട്ട അർത്ഥമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ മറ്റാരിലൂടെയും ലഭിക്കാത്ത ഈ രക്ഷയ്ക്ക്, രക്ഷ ഏകദായകനായ ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുകയും മാനസാന്തരപ്പെടുകയും വേണം എന്ന ദൈവത്തിൻ്റെ വ്യവസ്ഥ അനുസരിക്കുന്നതിലൂടെ നമുക്ക് ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന ആത്മീയവും നിത്യവുമായ വിടുതൽ. ഒന്ന് പിരിച്ചു പറയാം. നമുക്ക് പ്രസക്തമായ രക്ഷയുടെ അർത്ഥം ഭൗതിക തലത്തിലെ രക്ഷയല്ലിത്, ആത്മീയമായിട്ടുള്ളതാണ്. 2, താൽക്കാലികമായിട്ടുള്ളതല്ല, ഇത് നിത്യമായ രക്ഷയാണ്. അപ്പോൾ ഈ സോറ്റീരിയ അഥവാ രക്ഷ എന്ന പദത്തിൻ്റെ നമുക്ക് പ്രസക്തമായ അർത്ഥം എന്ന് പറയുന്നത് ആത്മീയവും നിത്യവുമായി നമുക്ക് ലഭിക്കുന്ന വിടുതൽ. ആരാ തരുന്നത്? ദൈവത്താൽ നമുക്ക് ലഭിക്കുന്ന വിടുതൽ. എങ്ങനെയാണത് നമുക്ക് ലഭിക്കുന്നത്? ദൈവം ആർക്കാണിത് കൊടുക്കുന്നത്? ദൈവത്തിൻ്റെ ഈ രക്ഷ പ്രാപിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നവർക്ക്. അപ്പോൾ രക്ഷ വ്യവസ്ഥാപിതമാണോ? അതെ. എങ്ങനെ? എന്താ രക്ഷിക്കപ്പെടാനുള്ള വ്യവസ്ഥ? 2 വ്യവസ്ഥകൾ ഏറ്റവും പ്രധാനമായിട്ടുണ്ട്. ഒന്ന്, കർത്താവായ യേശുവിൽ വിശ്വസിക്കണം എന്ന വ്യവസ്ഥ. 2 പാപങ്ങളിൽ നിന്നും മാനസാന്തരപ്പെടണമെന്ന വ്യവസ്ഥ. ഇപ്പോൾ രക്ഷയ്ക്ക് വ്യവസ്ഥ ഉണ്ടോ? പുതിയ നിയമത്തിലെ രക്ഷയ്ക്ക് വ്യവസ്ഥ ഉണ്ടോ എന്ന് ചിലർ ചോദിച്ചേക്കാം. ഉണ്ട്. എന്നാൽ അതെന്തല്ല എന്ന് മനസ്സിലാക്കണം. നമ്മുടെ കർമ്മങ്ങളല്ല എന്നതാണ്. നാം നേടിയെടുക്കുന്ന ഒന്നല്ല. ക്രിസ്തുവിൽ ദൈവം നിവർത്തിച്ച രക്ഷ നമുക്ക് വ്യക്തിപരമായി സ്വന്തമാക്കുവാൻ, സ്വായത്തമാക്കുവാൻ ദൈവം വെച്ചിട്ടുള്ള 2 വ്യവസ്ഥകളാണ്. രക്ഷാദായകനായ അല്ലെങ്കിൽ രക്ഷകനായ യേശുവിൽ വിശ്വസിക്കുക. 2, പാപങ്ങളിൽ നിന്നും മാനസാന്തരപ്പെടുക. യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ആ ഏറ്റുപറച്ചിൽ, ആ വിശ്വാസവും ഏറ്റുപറച്ചിലും സ്നാനം എന്ന കർമ്മത്തിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്യണം. സ്തോത്രം. സ്നാനം എന്ന കർമ്മത്തിലൂടെ, ക്രിയയിലൂടെ ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തെ പ്രദർശിപ്പിക്കണം. അപ്പോൾ വിശ്വാസത്തിൽ ആ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. 1, ക്രിസ്തുവിൽ വിശ്വസിക്കുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. 2, കൺഫെഷൻ, വായ് കൊണ്ട് ഏറ്റുപറയുക. 3, demonstrating by the ritual of baptism,
obeying the ordinance of baptism to prove our faith in Christ. That was why in the early church there was no difference of time between faith and baptism. ആദിമ നൂറ്റാണ്ടിലെ സഭകളിൽ നമ്മൾ കാണുന്നു, വിശ്വസിക്കുന്നതിനും സ്നാനമേൽക്കുന്നതിനും ഇടയിൽ ഒരു ഗ്യാപ്പ്, ഒരു സമയത്തിൻ്റെ അകൽച്ച ഇല്ലായിരുന്നു. വിശ്വസിക്കുന്ന സമയത്ത് തന്നെ അവരെ സ്നാനപ്പെടുത്തിയിരുന്നു. ഇപ്പോഴാണ് നമ്മൾ വിശ്വസിക്കുന്നതിനും സ്നാനപ്പെടുന്നതിനും ഒക്കെ ചിലപ്പോൾ വർഷങ്ങളുടെ വ്യത്യാസം വരുന്നത്. അന്ന് അങ്ങനെയല്ല. വിശ്വസിക്കുക, സ്നാനപ്പെടുക. കാര്യം എന്താ? ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് പോകുന്നതാണ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതും, ഹൃദയത്തിൽ വിശ്വാസം വന്നാൽ വായ് കൊണ്ട് ഏറ്റുപറയുന്നതും, വായ് കൊണ്ട് ഏറ്റുപറഞ്ഞാൽ അത് പ്രദർശിപ്പിക്കുന്നതും. പബ്ലിക് ടെസ്റ്റിമണിയാണത്. ബിലീവിങ് ഇൻ അവർ ഹാർട്ട്, confessing with our mouth, and demonstrating or witnessing that publicly by obeying in baptism. Please never think the rite of baptism saves. No. സ്നാനമെന്ന കർമ്മം രക്ഷിക്കുന്നെന്ന് ആരും കരുതരുത്. സ്നാനമെന്ന കർമ്മം ഏറ്റതുകൊണ്ട് അല്ലെങ്കിൽ അനുസരിച്ചതുകൊണ്ട് രക്ഷിക്കപ്പെടാമെന്നാരും കരുതരുത്. പറ്റില്ല. എന്നാൽ സ്നാനം അത്യാവശ്യമല്ലേ? ആന്നു. എന്തുകൊണ്ട്? നമ്മൾ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ: ഹൃദയം കൊണ്ടുള്ള വിശ്വാസവും, വായ് കൊണ്ടുള്ള ഏറ്റുപറച്ചിലും, പരസ്യ സാക്ഷീകരണത്തിലൂടെയുള്ള പ്രദർശനവും. ഇത് മൂന്നും ഒരേ വിഷയത്തിൻ്റെ മൂന്ന് ചുവടുകളാണ്, മൂന്ന് തലങ്ങളാണ്. മൂന്നും കൂടെ ഒരുമിക്കുമ്പോഴേ ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണത വരുന്നുള്ളൂ. വിശ്വാസം എന്നത് കേവലം ഒരു ഇന്റലക്ച്വൽ അക്സെപ്റ്റൻസ് അല്ല. വേദപുസ്തകം പറയുന്നത് വിശ്വാസം എന്നത് നമ്മുടെ ബൗദ്ധികമായ ഒരു സ്വീകൃതി മാത്രമല്ല. സ്തോത്രം. ബൗദ്ധികമായ ഒരു സ്വീകൃതിയാണെന്ന് കരുതരുത്. അതുമാത്രം വിശ്വാസം അല്ല. വിശ്വാസത്തിൽ ഇത് മൂന്നുമുണ്ട്. അതുകൊണ്ടാണ് യേശു കർത്താവ് മർക്കോസ് 15:16 പറഞ്ഞത്. നമുക്ക് മനഃപ്പാഠമാണെങ്കിലും ഒന്ന് വായിച്ചേക്കൂ. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. കണ്ടോ? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് വെച്ചാൽ വിശ്വാസത്തിൻ്റെ ബാഹ്യ പ്രദർശനമാണ് സ്നാനം. എന്ത് വിശ്വാസത്തിൻ്റെ? ഏത് വിശ്വാസത്തിൻ്റെ? യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്കായിട്ട് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു എന്നതാണ് നമ്മുടെ വിശ്വാസം. ഹിസ്റ്റോറിക്കൽ ഫെയ്ത്ത് എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. അതെ, ചരിത്രത്തിൽ നിറവേറിയ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ അംഗീകാരം.
അത് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്നത്. എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് യേശു ക്രൂശിൽ മരിച്ചത്. എൻ്റെ നീതീകരണത്തിനായിട്ടാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. വിശ്വസിച്ച് കഴിഞ്ഞ് അത് നമ്മൾ ഏറ്റുപറയുന്നു. സഭാമധ്യത്തിലോ കുറഞ്ഞപക്ഷം നമ്മളോട് സുവിശേഷം പറഞ്ഞ ആളിൻ്റെ മുമ്പിൽ വെച്ചോ. യഥാർത്ഥത്തിൽ ഈ ഏറ്റുപറച്ചിൽ മനുഷ്യരോടല്ല, ദൈവത്തോടാണ്. യേശുവേ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, അങ്ങ് എനിക്ക് വേണ്ടി ഭൂമിയിൽ വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മുതൽ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കും. ഈ ഒരു ഏറ്റുപറച്ചിൽ മനുഷ്യർ കേൾക്കുകയാണ്, പക്ഷേ ദൈവത്തോടാണ് ഈ ഏറ്റുപറച്ചിൽ. അങ്ങനെ യേശുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ, അത് നമ്മൾ ഏറ്റുപറയുന്നെങ്കിൽ, ഒരു കാര്യവും കൂടെ ദൈവം വെച്ചിട്ടുള്ള വ്യവസ്ഥയാണ്. എന്ത്? വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുക. വെറുതെ പോയ ഒരാൾ സ്നാനപ്പെട്ടതുകൊണ്ട് രക്ഷിക്കപ്പെടുകയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് ആൾക്കാരെ പിടിച്ചങ്ങ് മുക്കായിരുന്നു. പറ്റത്തില്ല. വിശ്വാസത്തിന് ആധാരം ഈ മുങ്ങലല്ല, മുങ്ങലിന് അടിസ്ഥാനമായ വിശ്വാസമാണ്. രക്ഷയ്ക്ക് ആധാരം ഈ മുങ്ങലല്ല, പകരം ഈ മുങ്ങിപ്പൊങ്ങുന്നതിന് അടിസ്ഥാനപരമായി നമ്മുടെ വിശ്വാസവും ഏറ്റുപറച്ചിലുമാണ്. ഞാൻ ഈ മുങ്ങുന്നത് പോലെ യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു. ഞാൻ ഈ പൊങ്ങുന്നത് പോലെ യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. ഇതാണ് ആ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം. ഞാനതുകൊണ്ട് പറയാറുണ്ട്, വാട്ടർ ബാപ്റ്റിസം ഈസ് എ ഡിക്ലറേഷൻ ഓഫ് അവർ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് സ്നാനം. വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് സ്നാനം. കേവലം മുങ്ങിയതുകൊണ്ട്, കേവലം ആ കർമ്മം അനുഷ്ഠിച്ചതുകൊണ്ട് ആർക്കും പാപമോചനമോ രക്ഷയോ ലഭ്യമല്ല. അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നെങ്കിൽ അത് തെറ്റായ ഒരു ചിന്തയാണ്. പെന്തക്കോസ്തുകാർക്കിടയിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. നമ്മുടെ രക്ഷയ്ക്ക് ആധാരം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും ആ ക്രൂശുമരണത്തിലുള്ള നമ്മുടെ വിശ്വാസവും ആണ്. മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ? സ്തോത്രം. അപ്പോൾ രക്ഷ എന്നതിൻ്റെ രണ്ടാമത്തെ അർത്ഥമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ആത്മീയവും നിത്യവുമായി ദൈവത്തിൻ്റെ ദാനമായി ലഭിക്കുന്ന ഒരു വിടുതൽ, അതാണ് രക്ഷ. എങ്ങനെ? ദൈവം നമുക്ക് തരുന്നതാണെങ്കിലും ആർക്കാണത് കൊടുക്കുന്നത്? ഈ രക്ഷിക്കപ്പെടുവാനുള്ള ദൈവ വ്യവസ്ഥ അനുസരിക്കുന്നവർക്ക്. എന്താണ് രക്ഷിക്കപ്പെടുവാനുള്ള ദൈവവ്യവസ്ഥ? നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. രണ്ടാമത്, പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടുക. സ്തോത്രം. ഇത് ദൈവം രക്ഷിക്കപ്പെടാൻ വെച്ചിട്ടുള്ള വ്യവസ്ഥകളാണ്. ചിലർക്ക് ഈ വ്യവസ്ഥ എന്ന് കേൾക്കുന്നത് തന്നെ വല്ലാത്തൊരു പ്രയാസമാണ്. ന്യായപ്രമാണമാണെന്നൊക്കെ. നോ, അതിലൊന്നും നമ്മൾ കലി പൂണ്ടിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്, ആ ഇസവും ഈ ഇസവും ഒന്നും നമ്മൾ നോക്കരുത്. അങ്ങനെ ആരുടെയും പക്ഷത്തേക്ക് തിരിഞ്ഞു നിൽക്കണ്ട. വേദപുസ്തകത്തിൻ്റെ പഥ്യമായ ബാലൻസ്ഡ് ആയിട്ടുള്ള ദൈവവചനത്തിൻ്റെ സന്തുലിതമായ ഉപദേശ സംഹിതയെ വേണം നാം പിടിച്ചുകൊള്ളുവാൻ.
സ്തോത്രം. ഇപ്പൊ രക്ഷ എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിങ്കലുള്ള വിശ്വാസത്താലും പാപങ്ങളിൽ നിന്നുള്ള മാനസാന്തരത്താലും ദൈവത്തിൻ്റെ വ്യവസ്ഥകളെ, നിയമങ്ങളെ പാലിക്കുന്നതിനാൽ ദൈവം ഒരുവന് ദാനമായിട്ട് നൽകുന്ന ആത്മീയവും നിത്യവുമായ മോചനമാണ്, വിമോചനമാണ്, സ്വാതന്ത്ര്യമാണ്, വിടുതലാണ് രക്ഷ. വേറെ ആരിലും വിശ്വസിച്ചാൽ നമുക്ക് ഈ രക്ഷ ലഭ്യമല്ല. അപ്പോസ്തലപ്രവൃത്തികൾ 4:12 നമ്മളത് കാണുന്നുണ്ട്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. യേശു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവും ഇല്ല. അതുകൊണ്ട് ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കും പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടുന്നവർക്കും ദൈവം കൊടുക്കുന്ന ആത്മീയവും നിത്യവുമായ വിടുതലിൻ്റെ പേരാണ് രക്ഷ. സ്തോത്രം. മൂന്നാമത് ഒരർത്ഥമുണ്ട്. The salvation is the present experience of God's power to deliver from the bondage of sin. ഈ രക്ഷയുടെ ഒരു വർത്തമാനകാല ഇംപ്ലിമെന്റേഷൻ ആണ്. എ പ്രസന്റ് ഇംപ്ലിമെന്റേഷൻ ഓർ എ പ്രസന്റ് day, the current day relevance of this salvation. It is spoken of the present experience of God's power to deliver us from the bondage of sin. പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന ദൈവശക്തിയുടെ ഈ സമയത്തെ വർത്തമാനകാല അനുഭവമാണ് രക്ഷ എന്ന് പറയുന്നത്. ഇത് ഭാവിയിൽ വെളിപ്പെടാനിരിക്കുന്ന ഒന്നായി മാത്രം കാണരുതെന്ന് നമ്മൾ ഇന്നലെ പഠിച്ചല്ലോ. ഏതാണ്ട് അതേ അർത്ഥം തന്നെ. എന്താണ് ഈ രക്ഷ? സൊറ്റീരിയായുടെ മൂന്നാമത്തെ അർത്ഥമാണ് നമ്മൾ നോക്കുന്നത്. എന്തെന്നാൽ വർത്തമാനകാല ജീവിതത്തിൽ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന്, പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന ദൈവ ശക്തിയുടെ അനുഭവമാണ്. ആ ദൈവശക്തിയാൽ നാം അനുഭവിക്കുന്ന പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? സ്തോത്രം. ഫിലിപ്പ് ലേഖനം 2:12 ഒന്ന് നോക്കിക്കാട്ടെ. Philippians 2:12. Therefore, my beloved, as you have always obeyed, so now, not only as in my presence, but much more in my absence, work out your own salvation with fear and trembling. Work out your own salvation. What is this working out of salvation? Day by day overcoming the power of sin in our personal lives. Working out the salvation, work out your salvation means moment by moment overcoming or not yielding to the power of sin. നമ്മുടെ ജീവിതത്തിലെ അനുനിമിഷങ്ങളിൽ, ഓരോ നിമിഷവുമുള്ള നമ്മുടെ ജീവിതത്തിൽ
നമ്മെ കീഴ്പ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന പാപത്തിൻ്റെ ശക്തിക്ക് വിധേയപ്പെടാതെ ആ പാപശക്തിയെ ജയിച്ചുകൊണ്ടുള്ള ഒരു ജീവിത ശൈലിയാണ് ഇവിടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഫിലിപ്പിയർ 2:12 നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. എങ്ങനെയാണ്? പാപത്തിന് കീഴ്പ്പെടാതിരിക്കുക, പകരം പാപത്തിൻ്റെ ശക്തിയെ അതിജീവിക്കുക. എങ്ങനെ സാധ്യമാണിത്? ദൈവശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. സ്തോത്രം. 1 പത്രോസ് 1:9 കൂടെ നോക്കിക്കോളൂ. 1 Peter 1:9. Obtaining the outcome of your faith, the salvation of your souls. Obtaining the outcome of your faith. The outcome of your faith, the salvation of your souls. അന്ത്യകാലത്ത്, ഇന്നലെ നമ്മൾ ആ ഭാഗം വായിച്ചതാണ്, അന്ത്യകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ. സ്തോത്രം. ദിസ് ഈസ് അബൌട്ട് ദ ദേഹി സോൾ. ദേഹിയുടെ രക്ഷയെ സംബന്ധിക്കുന്ന ഒരു കാര്യമായത്. സ്തോത്രം. അപ്പം ഈ പാപത്തിൻ്റെ ശക്തിയുടെ മേൽ നമ്മൾ പ്രാപിക്കുന്ന ജയത്തിൻ്റെ കാര്യവും കൂടെ രക്ഷയിൽ ഉൾപ്പെടുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? ബാക്കി കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെ ചിന്തിക്കാം. സ്തോത്രം. അപ്പോൾ നമുക്ക് ലഭ്യമായ ഈ രക്ഷ, ഇത്ര വലിയ രക്ഷ, അതെന്തുകൊണ്ട് എന്ന് 21ഓളം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. രക്ഷ എന്താണ്? കേവലം അത് ശരീരത്തിൻ്റെയും താൽക്കാലികമായ മേഖലകളിലുമുള്ള ഒരു രക്ഷയല്ലെന്നും, അത് ആത്മാവിൻ്റെയും ആത്മീയവും നിത്യവുമായതാണെന്നും, നമ്മുടെ പ്രതിദിന ജീവിതത്തിൽ പാപശക്തികളിൽ മേൽ നമ്മൾ ജയം വരിക്കുന്ന അവസ്ഥയും അനുഭവവുമാണെന്നും നമ്മൾ കണ്ടു. ഇത് നമുക്ക് വളരെ സൗജന്യമായിട്ടാണ് ദൈവം നൽകിയിരിക്കുന്നത്. അതിൻ്റെ വില മുഴുവനും നമ്മുടെ കർത്താവ് കൊടുത്തു തീർത്തു. ആകയാൽ നാം ഈ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തോട് നന്ദിയുള്ളവരായി നമ്മുടെ ജീവിതം ഈ രക്ഷയെ അഗണ്യമായി കണക്കാക്കാതെ വളരെ പൗലോസ് പറയും പോലെ നിത്യജീവനെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതി ജയാളികളായി തീരുവാനും നമ്മുടെ കർത്താവിനോടൊപ്പം ജയാളികളായി വാഴുവാനും ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.